ഇതേപോലത്തെ അടിപൊളി മലബാർ ഫിഷ് ബിരിയാണി സ്ലൈസ് ആയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി കനം കുറച്ചരിഞ്ഞത്, ചെറിയ ഉള്ളി ഒന്ന് നന്നായി വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചു കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഉപ്പ്, കറിവേപ്പില, ചെറുതായി കട്ട് ചെയ്ത് എല്ലില്ലാത്ത ഏതെങ്കിലും നല്ലൊരു ഫിഷ് അതുകൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഫിഷ് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഫിഷ് വെന്ത് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, വറുത്തു വെച്ചിരിക്കുന്ന മുന്തിരി, അതേപോലെ തന്നെ കാഷ്യൂനട്ട്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാരങ്ങാനീര് കൂടി ചേർത്ത് നന്നായിട്ട് വറ്റിച്ച് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, സവാള, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പും കൂടി ചേർത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് റൈസ് വേവുന്നതുവരെ കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്തൊരു ട്രേയിലേക്ക് ഒന്നാമത്തെ ലെയറായിട്ട് റൈസ് ചേർത്ത് നന്നായി പ്രസ് ചെയ്ത് കുറച്ച് നെയ്യ് അതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് മേളിൽ തയ്യാറാക്കി വെച്ച് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുക. വീണ്ടും മുകളിൽ റൈസ് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് വറുത്ത സവാള, കാഷ്യൂനട്ട്, മുന്തിരി, മല്ലിയില ചേർത്ത് നന്നായിട്ട് അടച്ചു വെക്കുക. 10 മിനിറ്റിന് ശേഷം ഇതേപോലെ ചെറിയ സ്ലൈസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.